UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തി. പേര് വീട്ടമ്മ പെൻഷൻ എന്നാക്കി. പ്രായം 35 നിന്ന് 18 വയസ്സാക്കി കുറച്ചു. LDF സർക്കാരിന്റെ കാലത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങി. 2026 മെയ് 25 മുതൽ കുടിശ്ശിക വിതരണം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പണം വാങ്ങുന്ന 10.2 ലക്ഷം പേർക്ക് ലഭിക്കും. പിന്നീട് സഹകരണ ബാങ്ക് വഴി വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന 8 ലക്ഷം പേർക്ക് ജൂൺ 1 മുതൽ വിതരണം ആരംഭിക്കും. ജൂൺ 30 മുമ്പ് മുഴുവൻ പേർക്കും കൊടുത്തു തീർക്കും എന്നാണ് സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ അറിയിച്ചത്. പണം കൈപ്പറ്റുമ്പോൾ റെസിപ്റ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. ജൂൺ 30 കഴിഞ്ഞിട്ടും തുക ലഭിച്ചില്ലെങ്കിൽ 3 മാർഗങ്ങളുണ്ട്. ഒന്ന്, അതത് പഞ്ചായത്ത് ഓഫീസിൽ പോയി അന്വേഷിക്കുക, പെൻഷൻ രജിസ്റ്റർ പരിശോധിക്കുക. രണ്ടാമത്തെ ടോൾ ഫ്രീ നമ്പറാണ് 1800-4255-17 എന്ന നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സമയം. മൂന്നാമത്തേത് വെൽഫെയർ പെൻഷൻ പ്ലസ് lstkerala.government.in എന്ന വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ നൽകിയ സ്റ്റാറ്റസ് പരിശോധിക്കുക. UDF സർക്കാർ ജൂലൈ 1, 2026 മുതൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പെൻഷൻ അദാലത്ത് നടത്തും. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി അദാലത്തിലെത്തിയാൽ കുടിശ്ശിക ഉടനെ പരിശോധിച്ച് 7 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലെത്തിക്കും. UDF 2026 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 11ാം ഇനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വർധന. 1000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. 2026 മെയ് 4-ന് UDF 98 സീറ്റോടെ അധികാരത്തിൽ വന്നതോടെ ഈ വാഗ്ദാനം നടപ്പിലാകുന്നു. 2026 ജൂൺ 15-ന് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ആ ബജറ്റിൽ വീട്ടമ്മ പെൻഷന് വേണ്ടി 6500 കോടി രൂപ വകയിരുത്തും. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ 1000 രൂപ 3000 രൂപയാക്കി ഉയർത്തുന്ന കാര്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ജൂൺ 20-ന് സാമൂഹ്യ നീതി വകുപ്പ് ഗവൺമെന്റ് ഓർഡർ ഇറക്കും. ജിയോയിൽ 4 പ്രധാന കാര്യമുണ്ടാകും. ഒന്ന്, തുക 1000 നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. മൂന്നാമത്, പദ്ധതിയുടെ പേര് വീട്ടമ്മ പെൻഷൻ എന്നാക്കി മാറ്റും. 4, യോഗ്യതാ പ്രായം 35 നിന്ന് 18 കുറയ്ക്കും. 2026 ജൂലൈ 1 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് ജൂൺ മാസത്തെ പെൻഷൻ 3000 രൂപ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. മെയ് മാസത്തെ 1000 രൂപ മെയ് 27 നൽകുന്നതാണ്. ജൂൺ മാസത്തെ പെൻഷൻ പഴയ ഡേറ്റ് പ്രകാരം ലഭിക്കില്ല. കാരണം ഡേറ്റ് 1-ാം തീയതിയിലേക്ക് മാറ്റുന്നത് കൊണ്ട് ജൂലൈ 1-ന് ഒരുമിച്ച് 3000 രൂപ ലഭിക്കുന്നതാണ്. ഇപ്പോൾ 1000 രൂപ വാങ്ങുന്ന 18.18 ലക്ഷം സ്ത്രീകൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല, പുതിയ ഡോക്യുമെന്റ് കൊടുക്കേണ്ടതില്ല, ബാങ്കിൽ പോകേണ്ടതില്ല, റേഷൻ കാർഡ് പുതുക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായി 3000 രൂപയായി മാറും. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പേര് കൊണ്ട് നിരവധി തെറ്റിദ്ധാരണ ഉണ്ടായി. വിധവകൾക്കുള്ളതാണെന്ന് പലരും കരുതി ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ അപ്ലൈ ചെയ്തില്ല. UDF ഈ ആശങ്കക്കുഴപ്പം മാറ്റാൻ വേണ്ടി പേര് മാറ്റുന്നു. പുതിയ പേര് വീട്ടമ്മ പെൻഷൻ എന്നാണ്. വീട്ടമ്മമാർക്ക് ഉള്ള പദ്ധതിയാണെന്ന് തന്നെ ഈ പേരിൽ തന്നെ വ്യക്തമാകുന്നു. ഇനി പലരും ചോദിക്കുന്നു, പേര് മാറുന്നത് കൊണ്ട് ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്ന്. ഇല്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. പേര് മാറിയത് കൊണ്ട് ആനുകൂല്യം നഷ്ടപ്പെടില്ല. പകരം ആനുകൂല്യം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. 1000 രൂപ 3000 രൂപയാക്കും. പഴയ പാസ്ബുക്ക്, പഴയ കാർഡ് എല്ലാം അതേപടി ഉപയോഗിക്കാം. ബാങ്കിൽ പേര് മാറ്റേണ്ടതില്ല. പെൻഷൻ വരുന്ന അക്കൗണ്ടിൽ തന്നെ 3000 രൂപ ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. UDF ഇത് 18 വയസ്സാക്കി കുറയ്ക്കും. 18 വയസ്സ് തികഞ്ഞ ദിവസം മുതൽ അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 42 വർഷം പെൻഷൻ ലഭിക്കും. പ്രായം 18 ആക്കുമ്പോൾ പുതുതായി 12 ലക്ഷം പേർക്ക് കൂടി ഇത് ലഭിക്കും. ഇപ്പോൾ 18.18 ലക്ഷം പേരാണ് ഉള്ളത്. പുതിയ 12 ലക്ഷം കൂടി ചേരുമ്പോൾ ആകെ 30 ലക്ഷം സ്ത്രീകൾക്ക് മാസം 3000 രൂപ വീതം ലഭിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായി ഇത് മാറും. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട യോഗ്യത നോക്കാം. 18 വയസ്സ് തികയണം. ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡ്, NPS നീല കാർഡ്, NPS വെള്ളക്കാർഡ്, ഈ 4 കാർഡിൽ ഏതെങ്കിലും ഒന്നിൽ പേരുണ്ടാകണം. സർക്കാർ ജോലി ഉണ്ടാകരുത്. ഇൻകം ടാക്സ് അടയ്ക്കരുത്. കുടുംബ വരുമാനം വർഷം 3 ലക്ഷത്തിൽ കുറവായിരിക്കണം. ഇതുകൂടാതെ ഒരു ചോദ്യം വരുന്നുണ്ട്, അവിവാഹിതർക്ക് കിട്ടുമോ എന്നത്. അവിവാഹിതരായി 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ലഭിക്കും. വിവാഹം കഴിയണമെന്നില്ല. കോളേജിൽ പഠിക്കുന്നവർക്ക് ലഭിക്കും. ജോലി ഇല്ലെങ്കിൽ മതി. പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിലും മാസം 10,000 രൂപയിൽ കുറവാണെങ്കിൽ ഇത് ലഭിച്ചു തുടങ്ങും. പഠനത്തിന് വീട്ടു ചെലവിനും ഇത് സഹായകമാകും. 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടമ്മ പെൻഷൻ ഓട്ടോമാറ്റിക്കായി വയോജന പെൻഷനായി മാറും. തുക 3000 രൂപ തന്നെ. ഒന്നും ചെയ്യേണ്ടതില്ല. 60 വയസ്സ് തികയുന്ന മാസം മുതൽ വയോജന പെൻഷനായി മാറും. ബാങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. LDFന്റെ കാലത്ത് മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് 1000 രൂപ കൊടുത്തിരുന്നത്. നീലക്കാർഡ്, വെള്ളക്കാർഡുള്ള 8 ലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് വലിയ വിവേചനമായിരുന്നു. പലരും കോടതിയിൽ പോയി. UDF ഈ വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു.
ജൂൺ 20 ഇറങ്ങുന്ന ജിഒയിൽ വ്യക്തമായി എഴുതും മഞ്ഞ, പിങ്ക്, NPS, NBNS ഈ 4 കാർഡിലും പേരുള്ള 18 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ ലഭിക്കും. നീല കാർഡുകാർക്ക് ഇനി മുതൽ മാസം 3000 രൂപ ലഭിക്കും. വെള്ളക്കാർഡുകാർക്ക് വരുമാനം വർഷം 1 ലക്ഷത്തിൽ കുറവാണെങ്കിലേ ലഭിക്കത്തുള്ളൂ. കേരളത്തിൽ 22 ലക്ഷം നീല കാർഡ് ഉണ്ട്. അതിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ 10 ലക്ഷം പേരുണ്ട്. ഈ 10 ലക്ഷം പേർക്ക് പുതുതായി 3000 രൂപ ലഭിച്ചു തുടങ്ങും. വെള്ളക്കാർഡ് 2 ലക്ഷം പേർക്ക് ലഭിക്കും. ആകെ 12 ലക്ഷം പുതിയ ഗുണഭോക്താക്കളാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ട തീയതി നോക്കാം. നീലക്കാർഡ്, വെള്ളക്കാർഡ് ഉള്ളവർക്ക് ജൂലൈ 1, 2026 മുതൽ അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്റേഴ്സിൽ പോകണം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോ കൊണ്ടുപോകണം. 15 ദിവസത്തിനുള്ളിൽ സാങ്ഷൻ ആകും. ഓഗസ്റ്റ് 1 ആദ്യത്തെ 3000 രൂപ ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 27 തീയതി മുതൽ കൊടുത്തു തുടങ്ങും. UDF ഇത് മാറ്റുന്നു. എല്ലാ മാസവും 1 തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് 30 ലക്ഷം സ്ത്രീകളുടെയും അക്കൗണ്ടിൽ 3000 രൂപ വീതം എത്തിത്തുടങ്ങും. 1 തീയതി ഞായർ അല്ലെങ്കിൽ സർക്കാർ ഹോളിഡേ ആണെങ്കിൽ തൊട്ടു മുമ്പുള്ള വർക്കിംഗ് ഡേയിൽ പൈസ എത്തും. ഇപ്പോൾ 8 ലക്ഷം സ്ത്രീകൾക്ക് വീട്ടിൽ പെൻഷൻ കൊണ്ടുവരുന്നുണ്ട്. UDF ഇത് പൂർണ്ണമായിട്ട് നിർത്തുന്നു. 100% ക്യാഷും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം വരും. ഇതുകൊണ്ട് സർക്കാരിന് 50 കോടി രൂപ ലാഭം ലഭിക്കും. ആ പൈസ പെൻഷൻ 3000 ആക്കാനായിട്ട് ഉപയോഗിക്കാം. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത 1 ലക്ഷം പേർക്ക് പഞ്ചായത്ത് വഴി സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തു കൊടുക്കപ്പെടും. ജൂലൈ മാസം മുഴുവൻ സ്പെഷ്യൽ ക്യാമ്പ് നടത്തും. ആധാർ കാർഡ് കൊണ്ടുപോയാൽ മതി. 10 മിനിറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ATM കാർഡും തരും. അക്കൗണ്ട് തുടങ്ങാനായിട്ട് 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. UDF പുതിയ നിയമം കൊണ്ടുവരുന്നു. 1 തീയതി പെൻഷൻ വന്നില്ലെങ്കിൽ സർക്കാർ ഫൈൻ അടയ്ക്കണം. ഓരോ ദിവസവും വൈകുന്നതിനും 100 രൂപ ഫൈൻ. ഈ ഫൈൻ ട്രഷറി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഇനി എവിടേക്ക് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. 3 സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. 1 അക്ഷയ സെന്റേഴ്സ് വഴി, 2ാമത്തേത് പഞ്ചായത്ത് ഓഫീസ് വഴിയും. ജൂലൈ 1 മുതൽ പ്രത്യേക വീട്ടമ്മ പെൻഷൻ കൗണ്ടർ ഉണ്ടാകും. 3 ഓൺലൈനായി sevana.panchayat.lstkerala.government.in എന്ന വെബ്സൈറ്റിൽ വീട്ടമ്മ പെൻഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. മൊബൈലിൽ നിന്ന് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ട 5 ഡോക്യുമെന്റ്സ് നോക്കാം. 1 ആധാർ കാർഡ്, 2 റേഷൻ കാർഡ്, 3 ബാങ്ക് പാസ്ബുക്ക് സ്വന്തം പേരിലായിരിക്കണം. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഭർത്താവിന്റെ പേര് കാണും, അത് കുഴപ്പമില്ല. 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. 5 ഇൻകം സർട്ടിഫിക്കറ്റ്. വരുമാനം 3 ലക്ഷത്തിൽ താഴെയാണെന്ന് പഞ്ചായത്തിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്. മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് ഉള്ളവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല. ഇനി എത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്ന് നോക്കാം. അപ്ലൈ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ പെൻഷൻ സാങ്ഷൻ ആകും. SMS വരും. സാങ്ഷൻ ആയാൽ അടുത്ത മാസം 1 തീയതി 3000 രൂപ അക്കൗണ്ടിൽ വരും. ഉദാഹരണം, ജൂലൈ 10 അപ്ലൈ ചെയ്താൽ ഓഗസ്റ്റ് 1 3000 രൂപ ലഭിച്ചു തുടങ്ങും. റിജക്ട് ആയാൽ കാരണം SMS വരുന്നതായിരിക്കും. 18 വയസ്സത്തേക്കാതെ അപ്ലൈ ചെയ്ത റിജക്ട് ആകും. ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. 18 കഴിയുന്ന ദിവസം മുതൽ അപ്ലൈ ചെയ്യാം. 17 വയസ്സും 11 മാസവും ആയാൽ പോലും ലഭിക്കില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുകൂടാതെ വിധവാ പെൻഷൻ 2000 രൂപ, ഭിന്നശേഷി പെൻഷൻ, വയോജന പെൻഷൻ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടമ്മ പെൻഷൻ ലഭിക്കില്ല. ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ തുക ഉള്ള പെൻഷൻ സെലക്ട് ചെയ്യാം. ജൂലൈ 1 മുതൽ എല്ലാ പെൻഷനും 3000 രൂപയാകും. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. ഇതുകൂടാതെ വീട്ടമ്മ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് ക്യാൻസർ വന്നാൽ 3 സഹായം ലഭിക്കുന്നു. 1 മാസം 3000 രൂപ വീട്ടമ്മ പെൻഷൻ തുടരും. 2 UDF ക്യാൻസർ ഷീൽഡ് പ്രകാരം ലിമിറ്റ് ഇല്ലാത്ത ഫ്രീ ചികിത്സയും. RCCയിൽ ഫുൾ ഫ്രീ ആണ്. 3 മാസം 5000 രൂപ ന്യൂട്രീഷൻ അലവൻസും ബാങ്കിൽ വരും. ആകെ മാസം 8000 രൂപ ക്യാഷ് പ്ലസ് ഫ്രീ ചികിത്സയും ലഭിക്കും. ഇതുകൂടാതെ 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടമ്മ പെൻഷൻ ഓട്ടോമാറ്റിക്കായി വയോജന പെൻഷനായി മാറും. തുക 3000 രൂപ തന്നെ. കൂടെ UDF സീനിയർ സിറ്റിസൺ ആരോഗ്യ പ്ലസ് കാർഡും ലഭിക്കും. വർഷം 10000 രൂപ മെഡിക്കൽ അലവൻസ് കൂടി ലഭിക്കും. UDFന്റെ ഈ പുതിയ മാറ്റങ്ങൾ 30 ലക്ഷം സ്ത്രീകൾക്ക് സഹായകമാകും. മാസം 3000 രൂപയും 10 ലക്ഷം രൂപയുടെ ചികിത്സയും ലഭിക്കും. ഈ വീഡിയോ എല്ലാ വീട്ടമ്മമാരിലേക്കും എത്തിക്കാൻ ജിയോ ഇറങ്ങിയാൽ ഉടനെ തന്നെ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തിക സുരക്ഷ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.